പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു നോക്കിമാൻ വരുമാറാകട്ടെ. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏത് ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി. മഹാനവറുകൾ പറയുന്നു, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരു മനുഷ്യൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഏത് ഭാരമുള്ള കാര്യം, നീ വലിയ പ്രയാസമെന്ന് പറയുന്ന കാര്യം, നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും. 2, എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം. വേറെ ചില ആളുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അയല് കെട്ടും വീടിന്റെ മുന്നിൽ. എന്നിട്ട് അതിന്മേൽ എല്ലാ സാധനവും തൂക്കിയിടും. ആ വീട്ടിലേക്ക് കയറി വരുന്നവന്റെ മുഖത്ത് തട്ടുന്നത് ഈ ഫത്തുവും കസറും ലൊമ്പൊക്കെയാണ്. പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോവുകയാണ്. പക്ഷേ ഇത് പാടില്ല. അത് വീടിന്റെ മറ്റേ ഭാഗത്തേക്ക് പോട്ടെ. മുൻവശത്ത് ഇതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകരുത്. പിന്നെയോ വീടിന്റെ മുൻഭാഗം അവിടെ സാധ്യമാകുമെങ്കിൽ 1 or 2 തണൽ മരങ്ങളെ നമ്മൾ കുഴിച്ചിടണം. ഉപകാരത്തിന് പറ്റുന്ന രീതിയിലുള്ളതായാൽ നല്ലതാണ്. എന്നാൽ തണൽ മരങ്ങളിൽ തന്നെ ഇന്ന് ധാരാളം അപകടകാരികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാട്ടുബദാം. ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന മരാണ്. ഒരു 10-20 കൊല്ലം മുമ്പ് എല്ലാ സ്ഥലത്തും അതായി. അതിന് ചില പ്രത്യേക സമയത്ത് നന്നായി പുഷു നിറയും. എന്നിട്ട് അതിങ്ങനെ കയറുമ്മൽ ഇറങ്ങിയിട്ട് തൊള്ളയിലേക്കൊക്കെ വന്നു. ഇങ്ങനത്തെ മരം നമ്മൾ മുന്നിൽ വെക്കാതിരിക്കുക. പിന്നീട് ഉപയോഗത്തിന് പറ്റുന്ന, ഉപകാരത്തിന് പറ്റുന്ന മരം നോക്കി വെക്കുക. അതുപോലെ ഉമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം, വീടിന്റെ മുൻവശത്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ നല്ല പൂക്കളുണ്ടാകുന്ന, സുഗന്ധം നൽകുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ആ വീട്ടിൽ നല്ല സമാധാനം ഉണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ഓക്സിജൻ ലഭിക്കും. ഒരു ദിക്ർ വേണ്ടേ? നന്നാകാനുള്ള ദിക്ർ. ഈ ദിക്ർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും. അള്ളാഹു പ്രകാശിപ്പിച്ചു തരും, ഈമാൻ നിറച്ചു തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതാ ദിക്ർ? ഏതാ ദിക്ർ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. പറഞ്ഞേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇതിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി. അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറാണ്. അല്ലാഹു ഷാഹിദ്, അല്ലാഹു നാദിരി, അല്ല കാണുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലയാ സാക്ഷി. നീ ചെയ്യുന്നതിന് മുഴുവനും അല്ല സാക്ഷി. ഓർത്ത് വെച്ചോ, അല്ല എല്ലാം കാണുന്നവനാ. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കണോ. അല്ലാഹു നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കും. സ്വഹാബിയുടെ ചരിത്രമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.